ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർ പൂവിൽ അങ്ങനെ സുധി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തേക്കാണല്ലോ. എന്താ പറയുക, സുധിയുടെ കടയിലത്തെ 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കൊണ്ടുപോയി പറ്റിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തു. കിട്ടോ കിട്ടില്ല എന്നൊന്നും ഉറപ്പില്ല, അങ്ങനെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ചന്ദ്രോദയത്തിലത്തെ ഭാഗമാണ്. ചന്ദ്രോദയത്തിലത്തെ ഭാഗത്തിൽ രേവതി അടുക്കളയിൽ പണിയുമ്പോൾ സച്ചി വന്നിട്ട് രേവതിയെ ഇവിടെ വായോ പറഞ്ഞ് വിളിക്കണം. അപ്പോൾ രേവതി എന്താ സച്ചേട്ടാ ചോദിച്ചിട്ട് ചെല്ലുമ്പോൾ പറയാണ്, സച്ചി പറയാണ്, അതെ ഞാൻ ബീഫ് ഉണ്ടാക്കട്ടെ, ചിലപ്പോൾ അതിൻ്റെ ഒരു ശബ്ദം ഉണ്ടാവും, ഗൾഫിലേക്ക് കൊടുത്തയക്കാനാണ്, ഗൾഫിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടി ബീഫ് വരട്ടാണ്. ഇന്ന് മോൻ്റെ കൂട്ടുകാരൻ ഉണ്ട്, അപ്പോൾ മോന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് വരട്ടാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് കേട്ടോ കഥ പറയണത്. എന്നിട്ട് രേവതിനെ രേവതി വിളിക്കുമ്പോൾ രേവതി എന്താ സച്ചേട്ട് ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ചെല്ലുമ്പോൾ പറയും, ഇന്നത്തെ ഓട്ടം കഴിഞ്ഞിട്ട് ബാക്കി 2500 രൂപയുണ്ട്, ഇന്നത്തെ ഡീസൽ അടിക്കലും ചിലവൊക്കെ കഴിഞ്ഞിട്ട് 2500 രൂപയുണ്ട്, ഇത് നീ വെച്ചോ എന്ന് പറയും. അപ്പോൾ രേവതി പറയും, ആ സച്ചേട്ടാ അപ്പം ഇന്ന് വല്ലാണ്ട് കഷ്ടപ്പെട്ടില്ലേ, നല്ല ട്രിപ്പ് ഉണ്ടായിരുന്നപോലെ, ട്രിപ്പോ ഒന്നും ഞാൻ നടു നിവർത്തിയിട്ടില്ല, മേലും കൈയൊക്കെ ഭയങ്കര വേദനയാണ് എന്നൊക്കെ പറയും. കാറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലേ പറയുക, അല്ല സച്ചേട്ടാ കാറിൽ നിന്ന് ഇറങ്ങാതെ എങ്ങനെ സച്ചേട്ടൻ പിന്നെ ആൾക്കാരെയൊക്കെ ഇറക്കുക, കാറ് നിർത്തിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അവൾ കളിയാക്കും. മതി രേവതി, എന്നോട് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ രേവതി പറയും, ഞാനും ഇന്ന് പൂവൊക്കെ വിറ്റിട്ട് പൂവിൻ്റെ ഒരു ലാഭം 750 രൂപ ഞാനും എടുത്ത് വെച്ചിട്ടുണ്ട് പറയും. അപ്പോൾ മൊത്തം 3250 രൂപയായി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും, പൈസ ഇങ്ങനെ ബാങ്കിലിടാം, ബാങ്കിലിട്ടിട്ട് നമുക്കൊരു എമൗണ്ട് ആകുമ്പോൾ പണി തുടങ്ങാൻ വയ്ക്കുമ്പോൾ സച്ചി പറയാം, അല്ലെങ്കിൽ വേണ്ട രേവതി, നമുക്ക് ഈ പൈസ ആവണേനനുസരിച്ചിട്ട് സാധനങ്ങൾ ഇറക്കി വയ്ക്കാം, അപ്പോൾ ഇത്രിശ സാധനങ്ങളാകുമ്പോൾ നമുക്ക് പണി തുടങ്ങാമല്ലോ, അപ്പം നമുക്ക് വേഗം റൂമിൻ്റെ പണി കഴിയില്ല. അപ്പോൾ രേവതി സന്തോഷത്തോടെ കൂടി ശരിയാ, അപ്പോൾ നമുക്ക് വേഗം റൂമിൻ്റെ പണി കഴിയില്ലേ പറയാം. അപ്പോൾ അങ്ങനെ സച്ചിയോട് പറയും, സച്ചി പറയും മേലും കൈയൊക്കെ ഭയങ്കര വേദന, രേവതി കൈയൊന്നും അനക്കാൻ വയ്യ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ രേവതി എന്തോ കൊനിഷ്ടത്തരം പറയുമ്പോൾ സച്ചി പറയും, വേണ്ട രേവതി എനിക്ക് വയ്യ അത് കേൾക്കാൻ, ശരി പറഞ്ഞിട്ട് എന്നാൽ ശരി സച്ചിയോട്ടൻ വേഗം റൂമിലേക്ക് അല്ലേ പറയും. എന്നിട്ട് സച്ചിനെ ഉന്തിത്തള്ളി റൂമിലേക്ക് വിടും. റൂമിൽ പോയിട്ട് രേവതി എന്ത് ചെയ്യും, രേവതി കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കി സച്ചിക്ക് ആവി പിടിക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കി അടുക്കളയിൽ പോയി. വെള്ളം ചൂടാക്കുന്ന സമയത്ത് ആര് വരും, നമ്മുടെ അനന്ത് വരും, നമ്മുടെ ചന്ദ്രമതി വരും. ചന്ദ്രമതി വന്നിട്ട് ചോദിക്കും, നീ എന്താ ഇവിടെ ചെയ്യണ, തമ്പുരാട്ടിയുടെ പണികളൊന്നും കഴിഞ്ഞില്ലേ, തറ തൂത്തിട്ടില്ല, പിന്നെ നീ മുറ്റടിച്ചിട്ടില്ല, നീ തുണികൾ കഴുകുമോ ഇല്ല, നീ പാത്രങ്ങൾ കഴുകുമോ ഇല്ല, നീ ഇതെന്താ ഒന്നും ചെയ്യാത്ത, ഞാൻ 2 മണിക്കൂർ സമയം തരാം, അതിൻ്റെ ഉള്ളിൽ നീ ഇതെല്ലാം ചെയ്തിട്ട് എനിക്ക് കാണിക്കണം എന്ന് പറയും. അപ്പോൾ രേവതി പറയും, പറ്റില്ല പറയും. അപ്പോൾ എന്താടി നീ അഹങ്കാരം പറയണമെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും, ദേ തിളച്ച വെള്ളം എൻ്റെ കയ്യിൽ, എന്നോട് വല്ലാണ്ട് കളിച്ചാണ്ടല്ലോ പറയുമ്പോൾ ചന്ദ്രമതി അപ്പോൾ പറയും, അല്ല ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ, നീ സൗകര്യം പോലെ ചെയ്താൽ മതി എന്ന് പറയും. ഈശ്വര, അങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്നേ പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ അമ്മയുടെ മുഖത്ത് ഇത്രയും നല്ലൊരു ചിരി കാണുന്നത്. പിന്നെ ഞാൻ ഈ തിളച്ച വെള്ളം തലയിൽ കൂടെ ഒഴിക്കുന്നൊക്കെ പറഞ്ഞത് വെറുതെ, ഞാൻ അങ്ങനെ ചെയ്യും നമുക്ക് തോന്നുന്നുണ്ടോ, അമ്മ മാറിക്കേ പറഞ്ഞിട്ട് രേവതി തിളച്ച വെള്ളം കൊണ്ട് അകത്തേക്ക് വേണം സച്ചിക്ക് ചൂട് പിടിക്കാൻ. അപ്പോൾ ചന്ദ്രമതി പേടിച്ച് പോയി എന്ന് പറയാണ്, പണ്ടത്തെ പോലെ ഒന്നും വെള്ളം എടുത്ത് ഏശനില്ല എന്ന് പറയണം. അങ്ങനെ ചന്ദ്രമതി പിന്നെ അവരുടെ റൂമിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സച്ചി അവിടെയുണ്ട്. സച്ചിയോട് രേവതി ചൂടുവെള്ളം പിടിച്ചു തരാൻ പറയുമ്പോൾ ഇത് ചൂട് ഇല്ല സച്ചിയേട്ടൻ എനിക്ക് പറഞ്ഞ് അങ്ങനെ സച്ചീനെ ഇരുത്തി രേവതി ഇങ്ങനെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി വന്ന് നോക്കുമ്പോൾ രേവതി സച്ചിയുടെ കാര്യമിലൊക്കെ ചൂട് പിടിക്കുന്ന ചന്ദ്രമതിക്ക് സന്തോഷം. ചന്ദ്രമതി കാര്യം എന്തായാലും ബാക്കിയുള്ള രണ്ട് മക്കൾ പെൺകൊന്തന്മാരാണെങ്കിലും ഇവന് ബുദ്ധിയുണ്ട്, ഇവന് രേവതിനെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്താൻ അറിയാം പറയണം. രേവതി മെല്ലെ പിടിക്കുക, രേവതി രേവതി ഒന്നുമില്ല സച്ചിയേട്ട് പേടിക്കാതിരിക്കുന്നൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ രേവതി ചൂട് പിടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ചന്ദ്രമതി പറയും, ഈ ഭാഗം ഒന്ന് ശ്രീകാന്തിന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ശ്രീകാന്തിനെ വിളിക്കാൻ മുമ്പ് ശ്രീകാന്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ശ്രീകാന്ത് ചോദിക്കും, എന്താ അമ്മയെ ചോദിക്കുമ്പോൾ പറയടാ വർഷം കുളിക്കും, നിനക്ക് നാണണ്ടാ പെണ്ണുങ്ങളുടെ കാലൊക്കെ തടവി കൊടുക്കാനും നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാനൊക്കെ, നീ അതൊക്കെ കാര്യം എന്തായാലും നീ സച്ചിയെ കണ്ട് പഠിക്കും, സച്ചിക്ക് ഭാര്യനെ നിർത്തേണ്ടോടെ ഇന്നിപ്പോൾ എന്താ അമ്മ എനിക്ക് വയ്യാത്തോണ്ടല്ലേ എന്നൊക്കെ പറയും. നാണണ്ടാ നിനക്ക് ഇതും പറഞ്ഞിട്ട് ഇതാവാന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വാ, എനിക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം, സച്ചിൻ്റെ ക്ഷീണം നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ശ്രീകാന്തിനെയും കൂട്ടി സച്ചിയുടെ റൂമിൽ പോകുമ്പോൾ എന്താ ചന്ദ്രമതി പറയുന്നു, എൻ്റെ ഏട്ടൻ എങ്ങനെ ഭാര്യനെ നിർത്തണം നീ നോക്കടാ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ ഉന്തി സച്ചിയുടെ റൂമിലേക്ക് ആക്കും. അപ്പോൾ ശ്രീകാന്ത് വന്നിട്ട് സച്ചിയുടെ റൂമിൻ്റെ വാതിലിൻ്റെ അവിടെ ശ്വാസം മുട്ടുകയാണേ. സച്ചിയുടെ റൂമിൻ്റെ വാതിലിൻ്റെ അവിടെ നിന്നിട്ട് എത്തി നോക്കുമ്പോൾ എന്താണെന്നറിയോ, സച്ചി രേവതിക്ക് കൈ വേദനിക്കണം പറയുമ്പോൾ സച്ചി രേവതിയുടെ കൈ തിരുമ്മി കൊടുക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ഇത് കാണുമ്പോൾ ചിരിക്കുമ്പോൾ പറയും, രേവതി ഇങ്ങനെ കാട്ടും, മതി സച്ചിട്ടായി പറ്റില്ല നീ മതി എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയാം നിനക്ക് നല്ല വയ്യായിക്കുണ്ട്, നീ നിൻ്റെ വയ്യായികളൊന്നും ആരോടും പറയില്ല, ഒരു കാട്ടിയാൽ ഞാൻ തിരുമ്മി തരാമെന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങനെ കയ്യൊക്കെ ഒഴുകി കൊടുക്കുകയാണ്.
അപ്പോൾ ശ്രീകാന്തിനോട് ചോദിക്കും ചന്ദ്രമതി, കണ്ടില്ലേ നീ? ആ കണ്ടു അമ്മേ, ഞാൻ കണ്ടു, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ചന്ദ്രമതി പറയും, കണ്ടു പഠിക്കടാവുക, ഞാൻ കണ്ടു, നീ അമ്മ കാണുക പറഞ്ഞിട്ട്, ഞാൻ കണ്ടതാ പറയാം, എന്നാലും അമ്മ ഒന്നും കൂടി കാണുക പറഞ്ഞിട്ട് ശ്രീകാന്ത് ചന്ദ്രമതിനെ ഉന്തിത്തള്ളി റൂമിൻ്റെ അവിടേക്കാക്കും. ചന്ദ്രമതി നോക്കുമ്പോൾ എന്താ സച്ചി രേവതിനെ കൈ ഒഴിഞ്ഞു കൊടുക്കണം. എൻ്റെ മക്കൾ മുഴുവൻ എന്താ ഇങ്ങനെയായി എന്നിട്ട് ചന്ദ്രമതി ദേഷ്യം വന്നിട്ട് അവിടുന്ന് പോവാണ്. എൻ്റെ അമ്മ, ഇതൊക്കെ സ്വാഭാവികമാണ് പറയും ശ്രീകാന്ത്. അമ്മ എന്തിനാ ഇതൊക്കെ നോക്കി നടക്കണം, ഇതൊക്കെ സ്വാഭാവികമാണെന്ന് പറയും ശ്രീകാന്ത്. അത് കഴിഞ്ഞിട്ട് ചന്ദ്രമതി അവിടുന്ന് ദേഷ്യം വന്ന് പുറത്തേക്ക് പോകുമ്പോൾ രവീന്ദ്രൻ വന്നു. രവീന്ദ്രൻ വരുമ്പോൾ, എൻ്റെ രവിയേട്ട അവിടെ എന്തൊക്കെയാണ് നടക്കണം, 3 മക്കളും പെൺകൊന്നന്മാരൊക്കെ ഭാര്യമാരുടെ കാല് തിരുമ്മി കൊടുക്കണവർ, നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കണവരാന്നൊക്കെ പറയും. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുക, എന്താ അപ്പം നിൻ്റെ പ്രശ്നം? അതെ, നിനക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നിനക്ക് ഞാനൊരു സാധനം കൊടുക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഒരു കയ്യിലുള്ളൊരു പൊടി കൊടുക്കും. കണ്ടോ, ഇത് നല്ലത് ചിന്തിക്കാനും നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനുള്ളതാണ്, മൗനം പാലിക്കുക, അങ്ങനെ 2-3 നല്ല ഗുണങ്ങളുള്ള പ്രതിമയാണ്, ഇത് നിനക്ക് ഉപകരിക്കും, നീ ഇത് നോക്കി പഠിക്കാൻ എന്നിട്ട് പ്രതിമ കൊടുക്കണം. അപ്പോൾ പിന്നെ എനിക്കിപ്പോൾ ഇത് നോക്കി പഠിക്കലല്ലേ പണി. ചന്ദ്രമതി രവീന്ദ്രനോട് വഴക്കൂടാണ്. അങ്ങനെ ചന്ദ്രമതി രവീന്ദ്രനോട് വഴക്കൂടാണ്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അകത്തേക്ക് പോവാണ്. അത് കഴിയുമ്പോൾ രേവതി എന്തോ അടുക്കളയുടെ അവിടെ നിന്ന് സ്റ്റൂളുമ്മ കയറിയിട്ട് എന്തോ എടുക്കുകയാണ്. അപ്പോൾ സച്ചി വരുമ്പോൾ എവിടേക്ക് രേവതി വരുമ്പോൾ, ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാം സച്ചേട്ടാ, എനിക്ക് മാർക്കറ്റിൽ ഒന്ന് പോകണം പറയണം. എന്തിനാ ഇപ്പം നീ മാർക്കറ്റിൽ പോകണമെന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാനേ കുറച്ച് ഫിഷ് മേടിച്ചിട്ട് വരാം. അത് നീ പോകണ്ട, ഞാൻ വേണ്ട, സച്ചേട്ടന് വയ്യല്ലോ, സച്ചേട്ടൻ ഒന്ന് പുറത്തേക്ക് ഒന്നും പോകാണ്ട് ഇവിടെ ഇരുന്ന് ലീവ് എടുത്തിട്ട് ഇവിടെ റെസ്റ്റ് ചെയ്ത് വെക്കുക വരും. അത് നിനക്കും വയ്യല്ല, എനിക്ക് കുഴപ്പമില്ല, ഞാൻ പോയിട്ട് വരാം. വേണ്ട രേവതി, ഞാനും വരാം, നമുക്ക് ഒരുമിച്ച് കാറിൽ പോകാം. വേണ്ട അതെങ്കിൽ ഇവിടെ ഇരുന്നാൽ മതി, ഞാൻ നടന്നിട്ടാണ് പോകണേന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് രേവതി അങ്ങനെ പോകാൻ തുടങ്ങുന്ന സമയത്ത് അങ്ങനെ രേവതി പുറത്തേക്ക് പോകുന്ന സമയത്ത് സച്ചി പറയും, സൂക്ഷിച്ച് പോകണേ രേവതി എന്നൊക്കെ പറയണ, ഞാൻ സൂക്ഷിച്ച് പൊക്കള സച്ചിട്ടാ പറയാം. രേവതി ഇറങ്ങുന്ന സമയത്ത് സച്ചി പറയും, രേവതി നിൽക്ക് പറഞ്ഞ് പിന്നെ വിളിക്കുക. അപ്പോൾ എന്താ എൻ്റെ സച്ചിയേട്ടാ ചോദിക്കുമ്പോൾ പറയും, രേവതി നീ സൂക്ഷിച്ച് പോകണേ, ശ്രദ്ധിക്കണേ, ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നീ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയും. എൻ്റെ സച്ചിയേട്ടാ, ഞാൻ സൂക്ഷിച്ച് മെല്ലെ പോകുള്ളൂ പറയണ രേവതി. എന്നാൽ ശരി, പോയിട്ട് പോകാന്ന് പറഞ്ഞിട്ട് രേവതിനെ അങ്ങനെ പറഞ്ഞു വിടാണ് സച്ചി. പറഞ്ഞു വിട്ടിട്ട് രേവതി പൊണ്ട് നോക്കി നിൽക്കണ സച്ചി തനിയെ പറയാണ്, നീ സൂക്ഷിച്ച് പോവും, ഞാൻ കൊച്ചു കുഞ്ഞൊന്നല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് രേവതി പോണത്. അപ്പോൾ സച്ചി പറയണം, നീ സൂക്ഷിച്ച് പോകുമെന്ന് എനിക്കറിയാം, പക്ഷേ നിൻ്റെ വയറ്റിലൊരു കൊച്ചു കുഞ്ഞുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അതിങ്ങനെ ചിന്തിച്ചിട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുന്ന സമയത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്നും പറയണ പോലെ ഞാൻ ഇന്നും പറയാം, എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ വിജയം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക്